ഹലോ പ്രിയ വ്യാപാരികളും നിക്ഷേപകരും. അനലിറ്റിക്കൽ സേവനം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ്. കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്താം. സംശയാസ്പദമായ ഓർഗനൈസേഷന്റെ എല്ലാ പാരാമീറ്ററുകളും കൂടുതൽ ശ്രദ്ധാപൂർവം പരിഗണിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ ഞങ്ങൾ പരിശോധിക്കും. TeraWulf Inc. ടിക്കർ WLF. 2025 ഏപ്രിൽ 20 വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവലോകനം സൃഷ്ടിച്ചത്. വർഗീകരണം അനുസരിച്ച് ഗുരു മാർക്കറ്റ്സ് കമ്പനി TeraWulf Inc. ഉപവിഭാഗത്തിൽ പെടുന്നു. ക്രിപ്റ്റോ 36 സംഘടനകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. ഈ വീഡിയോയുടെ അവസാനം ഓർഡർ പട്ടിക കണ്ടെത്തുക. കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ്: -10.8. ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ 1.1 പോയിന്റ്. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ US സ്റ്റോക്ക് മാർക്കറ്റിനുള്ളിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം 1.8 പോയിന്റാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. കമ്പനിയുടെ -8 പോയിന്റുകൾക്കെതിരെ TeraWulf Inc. ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു. TeraWulf Inc. ഉപവിഭാഗം ഓഹരികളും. കഴിഞ്ഞ 12 മാസമായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും. TeraWulf Inc. 25.6% മാറ്റം കാണിച്ചു. ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ 9.6%. ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല, എന്നാൽ ഈ വസ്തുത നാം ശ്രദ്ധിക്കേണ്ടതാണ്. കമ്പനിയുടെ വിപണി മൂലധനം TeraWulf Inc. $0.9 ബില്യൺ കണക്കാക്കിയിരിക്കുന്നത്. ഉപവിഭാഗത്തിന്റെ മൂലധനം $66 ബില്യൺ ആണ്. TeraWulf Inc. 1.361% വിഹിതമാണ്. ഉപവിഭാഗത്തിലെ ചെറുകിട കമ്പനികളിൽ ഒന്നാണിത്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $0.23 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ മൂലധനം $26 ബില്യൺ ആണ്. TeraWulf Inc. 0.899% വിഹിതം ഉൾക്കൊള്ളുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും അധിനിവേശ ഓഹരികളുടെ താരതമ്യം നടത്തിയ ശേഷം നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം TeraWulf Inc. വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ 1.361%. പുസ്തക മൂല്യം 0.899%. ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തെക്കാൾ 34% കുറവാണ്. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതവും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ മോശം, -1 പോയിന്റ്. പഠനത്തിന് കീഴിലുള്ള കമ്പനിയുടെ കടബാധ്യതകൾ $0.46 ബില്യൺ ആണ്. കമ്പനിയുടെ മൂലധനത്തിന്റെ 203% ബുക്ക് മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകൾ. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരം അനുസരിച്ച് വിലയിരുത്തൽ വളരെ മോശം, -2 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിലയുടെ ലാഭം 0 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 57 ആണ്. ഇത് ഉപവിഭാഗത്തേക്കാൾ വളരെ മോശമാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വില മുതൽ ലാഭസൂചകങ്ങൾ വരെയുള്ള വിലയിരുത്തൽ വളരെ മോശം, -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം -$73 മില്യൺ. വരാനിരിക്കുന്ന 12 മാസങ്ങളിൽ പ്രതീക്ഷിക്കുന്ന വരുമാനം $45 മില്യൺ. ഇത് നിലവിലെ സമയത്തേക്കാൾ 38.4% കുറവാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയുടെ വില മുതൽ റവന്യൂ ബാലൻസ് 6.4 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 4 ആണ്. ഇത് ഉപവിഭാഗത്തിലെ ശരാശരിയേക്കാൾ 60% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയെ അതിന്റെ വരുമാന സൂചകത്തിലേക്കുള്ള വിലയിരുത്തൽ സഹിക്കാവുന്നത് -0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $140 മില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള ഭാവി വരുമാനം അജ്ഞാതമാണ്. ഇത് കമ്പനിയുടെ വിലയ്ക്ക് വളരെ മോശമാണ്.
ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന അളവുകളുടെ വിലയിരുത്തൽ മോശം -1 മാർജിൻ -52.5%. ഉപവിഭാഗത്തിൽ ശരാശരി 7.1%. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 59.6%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്ന -0.5 ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 0.152%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 795% കുറവാണ്. ഈ വസ്തുത കമ്പനിയുടെ ഓഹരി വിപണി മൂല്യത്തിലെ അസന്തുലിതാവസ്ഥ കാണിക്കുന്നു. ടെറോഫെൻക് മിക്കവാറും പുനർമൂല്യനിർണയത്തിലേക്കാണ്. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം $75,125,000 തുല്യമാണ്. ഉപവിഭാഗത്തിന് $8,396,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 794.8%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് കമ്പനി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ ലാഭം -$6,108.3 ഉപവിഭാഗത്തിന്റെ ശരാശരി $147.2 കൂടാതെ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 4048%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്നത് -0.5 പോയിന്റ്. ഓർഗനൈസേഷന്റെ വ്യക്തിഗത ജീവനക്കാരന്റെ വിൽപ്പന അളവ് $11,667,000. ഉപവിഭാഗം പ്രകാരം $2,078,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 461%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ കമ്പനി ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിഹിതത്തിന്റെ ഏകദേശ കണക്ക് സഹിക്കാവുന്നത് -0.5 പോയിന്റ്. ഓഹരികൾ 30.4% കുറവാണ്. ഉപവിഭാഗത്തിന് ശരാശരി 9.7%. ഇത് സാധ്യമായ ഷോർട്ട് സ്ക്യൂസിന്റെ സൂചകമാണ്. സൂചകം റിസെ 14 കമ്പനിക്ക് 39% ലെവൽ കാണിക്കുന്നു. ടെറോഫെൻക് ഉപവിഭാഗത്തിൽ ഈ നില ഏകദേശം 45%. ശരാശരി ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ കമ്പനിയുടെ ഓഹരികൾക്ക് ഏകദേശം തുല്യമാണ്. ടെറോഫെൻക് കമ്പനിയുടെ നിലവിലെ സ്റ്റോക്ക് വില ഏകദേശം $2.34 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം $8.04 ആണ്. നിലവിലെ വിലയും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 243%. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. അത് നിങ്ങൾക്ക് ലഭ്യമാണ്. ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. ഈ സീസണിൽ ഹെൽപ്പ് സിസ്റ്റം മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ ടേബിളിൽ അടങ്ങിയിരിക്കുന്നു. ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിശകലനത്തിന്റെ ഫലമായി ടെറോഫെൻക് സ്റ്റോക്ക് മൂല്യനിർണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരു മാർക്കറ്റ്സ് ഇനിപ്പറയുന്ന തീരുമാനം എടുക്കുന്നു. $2.35 എന്ന വിലയിൽ വീഴ്ചയ്ക്കായി ഒരു ഓർഡർ തുറക്കുക. കമ്പനിക്ക് വളരെ കുറഞ്ഞ മൂല്യം ഉള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു. കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണയ മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം 1.56 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 3.14 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. 2025 മെയ് 20 സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ BTBT പ്രധാന വാങ്ങൽ ഇടപാടായി മാറും. പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് വിപരീത ക്രമം സ്വയമേവ അടച്ചു. ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വളരെ നന്ദി. ഗുരു മാർക്കറ്റ്സ്.